ഹലോ, നമുക്ക് പശുവിനെ കൊണ്ടുവരാൻ പോവാം. നമ്മുടെ തൊടിയിൽ ഇവരുകളെല്ലാം മേഞ്ഞ് കഴിഞ്ഞു കേട്ടോ പുല്ല്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറക്കായിരുന്നു. അവർക്ക് വയറ് നിറയണില്ല. അപ്പോൾ ഇത്തിരി അങ്ങ് നമ്മൾ ആട് വിടുന്ന സ്ഥലത്തൊക്കെ നിറയെ പുല്ലുണ്ടല്ലോ. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. 3 കൊണ്ടുവന്നിട്ടുള്ളൂ. നമ്മുടെ പ്രസവിച്ചവളെ നമ്മളിന്നേക്ക് 5 ദിവസമല്ലേ ആയുള്ളൂ. അപ്പോൾ അവളധികം പുറത്തിറക്കാൻ തുടങ്ങിയില്ല. ഇവരിനെ ഇറക്കണുണ്ട് കേട്ടോ. ഇതാ നിൽക്കണു നമ്മുടെ വെള്ള. അതാ വെള്ള എന്താ വെച്ചാൽ നമ്മളിവിടെ പ്രസവിച്ചവളെ പെട്ടെന്ന് ഇങ്ങനെ ഇതാക്കില്ല. എന്താ അറിയോ, ഒരു 5-6 ദിവസം പിന്നെ നിർത്തിയിട്ടേ പുറത്തേക്ക് ഇറക്കുള്ളൂ. പിന്നെ അവളെ പുറത്തേക്ക് ഇറക്കുക എന്ന് പറഞ്ഞാൽ അവൾക്ക് ചെക്കപ്പൊക്കെ നീരായിരുന്നു. എൻ്റെ അമ്മ നീരെന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിൻ്റെ അവിടെ തൊട്ട് ആ താക്കട് വരെ നീരങ്ങ് കടിച്ച് കയറി അങ്ങ് നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ അവളെ അങ്ങനെ പുറത്താക്കിയില്ല. ഇന്നേക്ക് പിന്നെ നീരൊക്കെ ഒരു വിധമൊക്കെ നന്നായി കുറഞ്ഞു. അപ്പോൾ ഇത് അവളെ നമ്മൾ പറഞ്ഞില്ലേ ചോലയെ കൊടുത്തിട്ട് നമ്മൾ മേടിച്ചതാണ് അവളെ. നമുക്ക് മേയാതെ നിൽക്കുക. അവളുടെ ഏകദേശം പകുതി വയറായി കഴിഞ്ഞാൽ പിന്നെ അവൾ മേയില്ല. ചൂടായപ്പോൾ അതാ നമ്മുടെ അവൾ അങ്ങോട്ട് നിൽക്കണ കണ്ട അവിടേക്ക് അങ്ങനെ. അപ്പോൾ ഇനി നാളെ തൊട്ട് നമ്മുടെ പ്രസവിച്ചവളെയും വെളിയിലേക്ക് ഇറക്കണം. കാരണം നീര് കാരണം കൊണ്ടാണ് നമ്മൾ അധികം ഇറക്കാതെ ചോല നിൽക്കണം. നീര് കാരണം കൊണ്ടാണ് നമ്മളധികം പുറത്തേക്ക് ഇറക്കാത്തത് കേട്ടോ. കാരണം എന്താ പറയുക, ആൾക്കാർ കാണുമ്പോൾ അയ്യോ എന്ന് പറയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കണതാ. അല്ലെങ്കിൽ ആൾക്കാർ കാണുമ്പോൾ അയ്യോ എന്തൊരു കഷ്ടമാണത് ഇങ്ങനെ എന്നൊരു ഇത് വരില്ലേ. അപ്പോൾ അത് വേണ്ട വെച്ചിട്ട് അവർ 2 പേര് ഇവളിതാ നിൽക്കണു. അപ്പം അങ്ങനെ അവളുടെ കാളക്കുട്ടിയാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവൾ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ആൾക്കാരൊക്കെ സുഖമായി നിൽക്കണം. ഇവൾക്കിപ്പോൾ കുത്തി വെച്ചിട്ടൊരു 3 മാസമായി. നമ്മുടെ വെള്ളയ്ക്ക് ഇവൾക്ക് 2 മാസമായി. മേടിച്ചിട്ട് വന്നവൾ അവർ കുത്തി വെച്ചിട്ടുണ്ടെന്ന് പറയണു. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നമുക്കതായാലല്ലേ അറിയുള്ളൂ. അപ്പം ഇങ്ങനെ കുഴപ്പമില്ലാതെ പോണതേ നമ്മുടെ ചോകല. ഇവളിന്ന് രാവിലെ നമ്മളെ ശരിക്കും പേടിപ്പെടുത്തിയിട്ടോ. കാരണം ഇവരെ 2 പേരെയും കയറിൽ പിടിച്ച് കൊണ്ടുവരും. ഇവളിനെ അഴിച്ചു വിടുക ചെയ്യുക. ഞാൻ അഴിച്ചു വിട്ടിട്ട് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് ഇവളെ നോക്കണം. ഇവളെ കാണാനില്ല. ഇവളെ ഏത് വഴിക്കൊക്കെയോ പോയി. ലാസ്റ്റ് എങ്ങനെ ഞാൻ എല്ലാ തൊടുവ് ഫുള്ള് നോക്കിയിട്ട് വന്നതിന് ശേഷം ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവരുടെ കൂടെ വന്ന് നിൽക്കണം. അപ്പോഴാണ് ഒരു സമാധാനമായത്. ഇങ്ങനെ 3 ആൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഡെയിലി വീഡിയോ ഇടാനും ചിലപ്പോൾ പറ്റില്ല കേട്ടോ. എന്താണെന്നറിയോ, ഇവർക്ക് ഡെയിലി രാവിലെ എണിച്ച് 4 കെട്ട് പുല്ലരിക്കണം രാത്രി കൊടുക്കാനായിട്ട്. നമ്മൾ പകലിങ്ങനെ വിട്ട് മേയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. രാത്രി 4 കെട്ട് പുല്ലരിയണം. അത് രാവിലെ പോയി അരിഞ്ഞ് വയ്ക്കും. ഞാൻ പുല്ലരിയണ വീഡിയോ ഒരു ദിവസം ഇടാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.